ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾ. ഏറ്റവും കൂടുതൽ സിനിമകൾ ഇവരാ. പഞ്ചവാദ്യം കളരി പയ്യറ്റിൽ അംഗം. ഈ ഒരു ഇതിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഐ ലവ് ദം ബോത്ത്. ഡു യു തിങ്ക് ഹി ഈസ് ഗുഡ് ആസ് എ ബ്രദർ? ഹലോ മാക്സിമം ഇംഗ്ലീഷ് കുറച്ച് പറയാ. ഒരാളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരു സിംഹമുണ്ട്. പുറത്തോട്ട് നിങ്ങൾ പറഞ്ഞുവിടരുത്. ഈ കടന്നിലുകളൊക്കെ അവർക്ക് ഇപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കടന്നിലുകളും വിളിക്കാറൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ചില സമയത്ത് തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് വരും. അതെ അതെ അതെ, മുട്ടയുടെ തലയിൽ ബുൾസൈ അടിച്ചു. കൈമ കിട്ടിയ പീഞ്ഞെടുക്കും മിൽക്ക് സർബത്ത്, പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഫീമെയിൽ ആയിട്ട് കാണിക്കാം. ചേട്ടൻ ഇംഗ്ലീഷിന്റെ സായിപ്പായിട്ട് കാണിക്കാം. Just come to my room, okay? അബ്രാമി ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിക്കാതിരുന്ന എന്താണ്? ക്ഷേമാന്വേഷണം മാത്രം. ആരും വിളിക്കായിരുന്നു? സുരേഷ് വർമ്മ എന്റെ ഒരു സിനിമ. എനിക്കേ സിനിമ ഇല്ലായിരുന്നു, പിന്നെ ഞാൻ വിളിക്കുന്നത് എനിക്കേ ഇല്ലല്ലോ. ചേച്ചി ഒരു സാരിയെ കൊടുത്തു വരണ്ടേ ചേച്ചി? നല്ലൊരു പരിപാടിയായിട്ട് ഇങ്ങനെ എന്നെ സാരി ഉടുപ്പിക്കാൻ അറിഞ്ഞിരിക്കുക. വന്ന എന്നെ പറഞ്ഞാ മതി. സാരി ഡ്രസ് ഇട്ടതിന്റെ ഭാഗ്യം എഴുതിയാൽ മതി. ഞാനോ സ്പൈഡർമാൻ? ഇവിടെ പാചകക്കാരനാടോ. അവിലൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. തന്റെ വേറെ എവിടെയും കൊണ്ട് വെക്കും. If you wanted to change one thing about them, what would that be? அது கொஞ்சம் தமிழ்ல சொல்லுங்க. ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ എൻ്റെ 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 ഉറ്റ ചെങ്ങാതിയാണ് പൃഥ്വി. അവൻ്റെ 4-5 പടം ഹിറ്റായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുന്നിൽ. അവൻ ചിലപ്പോൾ മറന്നു ഇവിടെ വരുമ്പോൾ പറയാൻ. പൊങ്കാലയ്ക്ക് വരുന്ന എല്ലാവർക്കും 5000 രൂപ വെച്ച് കൊടുക്കാമെന്ന്. അവൻ്റെ ആ നല്ല മനസ്സിനും നന്ദി.